നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ്. അപ്പം വളരെ എളുപ്പത്തിൽ മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 5 ഉരുളക്കിഴങ്ങാണ്. ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വലുതാണെങ്കിൽ 2 എണ്ണോ 3 എണ്ണോ മതി. പിന്നെ 2 ചെറിയ സബോള, അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വഴറ്റാനായിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനമാണ് ആദ്യം ഇതിൻ്റെ മസാല ദോശയ്ക്കുള്ള മസാലയ്ക്കായിട്ട് വേണ്ടത്. അതുപോലെ എരിവാണെങ്കിൽ നമ്മുടെ എരിവ് ഇപ്പോൾ കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. അപ്പം കുറച്ച് എരിവ് മതിയെങ്കിൽ കുറച്ച് പച്ചമുളക് എടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്യാം. ഇത് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്ത് തൊലി കളഞ്ഞ്, ഒന്നുകിൽ തൊലി കളഞ്ഞോ അല്ലെങ്കിൽ തൊലി കളയാതെയാണ് മുഴുവനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യമേ തന്നെ വേവിക്കുന്നതിന് മുമ്പേ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിക്കാം. അന്നേരം വെള്ളം നമ്മൾ കുക്കറിൽ ഒഴിക്കുമ്പം ഒരുപാട് കൂടിപ്പോവരുത്. അതിനാവശ്യത്തിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇത് വേകാനായിട്ട്. അപ്പം 1 ഗ്ലാസ് വെള്ളം. അതുമല്ല, നമ്മൾ ഇത് വെന്ത് കഴിയുമ്പം ഈ വെള്ളം നമ്മൾ ഈ മസാലയ്ക്കകത്ത്, അതായത് നമ്മളിത് വഴറ്റുന്നതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം സാധാരണ അങ്ങനെ വെള്ളം എടുക്കത്തില്ല. പക്ഷേ നമ്മളിവിടെ നമ്മുടെ മസാല ദോശയ്ക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഈ വേവിക്കുന്ന വെള്ളം കൂടെ എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തൊഴിക്കുന്നത്. ഉരുളക്കിഴങ്ങിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നമുക്കിത് വേകാനായിട്ട് വെക്കാം. 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഇത് വേവിക്കാം. ചിലപ്പം ചില ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് താമസമുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് 5 എണ്ണം അടുപ്പിച്ചിട്ട് നോക്കാം വെന്തോന്നില്ല എങ്കിൽ 1 എണ്ണം കൂടി അടുപ്പിക്കാം. അപ്പോഴത്തേനും നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ഈ സവോള വഴറ്റുമ്പം അതിന് കട്ടി കൂടുതലാണെങ്കിൽ അത് ഒന്ന് വഴണ്ട് വരാനായിട്ട് വളരെ താമസമാണ്. അതുമല്ല അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ സവോളയൊക്കെ നമ്മൾ എപ്പോഴും അരിയുമ്പം വളരെ കനം കുറച്ച് അരിയണമെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും അതിന് രുചി കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറിയ സ്ലൈസാക്കി വേണം. ഇതുപോലൊരു പലകയോ കട്ടിംഗ് ബോർഡോ അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സവോളയുടെ കട്ടി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് വഴറ്റാനായിട്ട് സവോള ഇതുപോലെ ചെറിയ സ്ലൈസ് ആക്കണം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഞാൻ പിന്നെയും പറയാണ്, പച്ചമുളക് ഇവിടെ ഞാൻ ആവശ്യത്തിനെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം. കാരണം നമ്മൾ ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും അവനവൻ്റെ രുചിക്ക് അനുസരിച്ച് അവനവനെ അറിയത്തുള്ളല്ലോ. അപ്പം എരിവ് ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പം അതിനനുസരിച്ച് പച്ചമുളക് എടുത്തോണം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സവോളയും പച്ചമുളകും കൂടെ വഴറ്റാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ വെളിച്ചെണ്ണ കിടന്ന് വേണം ഇത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ കടുക് ഇടാവുള്ളൂ. എങ്കിൽ മാത്രമേ കടുക് പൊട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കടുക് ഇങ്ങനെ പൊട്ടാതെ കിടക്കും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കും. ഒരുപാട് കടുക് വേണ്ട, കുറച്ച് കടുക് മതി. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു ടിപ്പാണ്. കാരണം ഈ നമ്മൾ സവോളയൊക്കെ വഴറ്റുമ്പം നമ്മൾ ഈ ഇളക്കുമ്പോൾ കുഴഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ സവോള വഴറ്റുമ്പം എപ്പോഴും
ശകലം ഉപ്പിട്ടിട്ട് ഇളക്കുവാണെങ്കിൽ അത് സവോള ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടി 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 കിടക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ 5 ഫിസിലാണ് അടുപ്പിച്ചത്. ഇനി നമുക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളത് വേവിക്കുന്നതിൻ്റെ ആ വെള്ളം കൂടെ നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് വേവാനെടുത്ത വെള്ളം നമ്മൾ ഇങ്ങനെ ഊറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സവോളയും പച്ചമുളകും ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിവിടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഈ സവോളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ നമ്മൾ ഇത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കല്ലോ, അതിൽ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ആയി പോകരുത്, കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ സവോളയും ഉരുളക്കിഴങ്ങിനകത്തോട്ട് നമ്മൾ ഒഴിക്കണം. ഒത്തിരി ലൂസാകാനും പാടില്ല. അപ്പോൾ ആ ഒരു കട്ടി വേണം, എന്നാൽ ആ ഒരു വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഒരു രുചി കിട്ടും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ശകലം വെള്ളം ഒഴിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നു. മസാല ദോശയുടെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. കല്ല് നന്നായതിന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിക്കാവുള്ളൂ. ഇത് ചെറിയ കല്ലാണ്. നമ്മളിപ്പം ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പം വലിയ കല്ലിനകത്ത് അവരുണ്ടാക്കുന്നത് കൊണ്ട് അതിന് വലിപ്പക്കൂടുതലാണ്. നമ്മൾ സാധാരണ വീട്ടിലുള്ള ദോശക്കല്ല് അതിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ എണ്ണ തൂക്കുന്നത് സവോള മുറിച്ചിട്ട് അത് വെച്ചിട്ടാണ് എണ്ണ തൂക്കുന്നത്. കാരണം ഈ ചിലപ്പോഴൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് സവോള മുറിച്ചെടുത്തിട്ട് അതിലാണ് എണ്ണ മുക്കുന്നത്. നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കണം. നല്ല റൗണ്ട് ഷേപ്പ് വേണം. വലിയ നമ്മുടെ കല്ലിൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് വരുത്തണം. നന്നായിട്ട് പരത്തി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം. അകം ഏകദേശം ഒരു മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അപ്പം അതിന് നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ ആ മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ചട്ടകം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ നടുക്കുന്നിങ്ങനെ മടക്കണം. നമ്മൾ അതേപടി മടക്കിയ പോലെ തന്നെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ കോമ്പിനേഷനായിട്ട് നമുക്ക് ചമ്മന്തി, വെള്ള ചമ്മന്തി ഇല്ലേ, പച്ചമുളക് ഇട്ട് അരച്ചിട്ടുള്ള വെള്ള ചമ്മന്തിയും അല്ലെ സാമ്പാർ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ റിവ്യൂസൊക്കെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.